ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഓൾ വെൽക്കം ടു 5 AM ക്ലബ്ബ്. അപ്പം നമ്മൾ 5 AM ക്ലബ്ബ് മറ്റൊരു സെഷനുമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. എല്ലാവരും രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എന്നെ കാണാം, എന്നെ കേൾക്കാം. എന്നെ കാണാമെങ്കിലും കേൾക്കാമെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ ഓഡിബിൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും രാവിലെ ഉറക്കമൊക്കെ എഴുതിയിട്ട് സൂപ്പർ നോട്ട്സിനോടൊപ്പം ഉറക്കം എണീറ്റിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കട്ടെ. നമ്മളിത് അടിപൊളിയായിട്ട് മുമ്പ് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസം നിങ്ങളെയും രക്ഷിക്കട്ടെ. അപ്പോൾ ഒട്ടും വൈകാതെ ഒട്ടും ലാഗടിക്കാതെ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക്, നമ്മുടെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ കൈവെള്ളയിരിക്കുന്ന ഈ സൂര്യൻ, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് വിചാരിക്കുക. ലക്ഷ്യം നേടാനായി ഓടിക്കൊണ്ടേയിരിക്കുക. ഓട്ടത്തിന്റെ സ്പീഡ് കുറയ്ക്കാതിരിക്കുക. കഷ്ടപ്പെട്ടോടാതിരിക്കുക. ഇഷ്ടപ്പെട്ടോടുക. ഇഷ്ടപ്പെട്ടോടിയ ഓട്ട മത്സരത്തിൽ ആദ്യമേ ജയിച്ചു കയറി ആ ബ്രൗൺ കവറും വാങ്ങിക്കൊണ്ട് അടിപൊളി ഒരു ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതം നേർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. സൂപ്പർ നോട്ട്സ് മുന്നോട്ട് പോകുന്നു. ഞാനും നിങ്ങളും ഈ ഒരു ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളുടെ ചോദ്യം ഇതാ, ശ്രദ്ധിക്കൂ. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിരിക്കണം. ക്രിപ്സ് മിഷൻ വാഗ്ദാനങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിച്ചു. ശരിയാണോ? ക്രിപ്സ് മിഷൻ ആരംഭിച്ചു. ശരിയാണോ? സൈമൺ കമ്മീഷൻ അല്ല, ക്രിപ്സ് മിഷൻ. ശരിയാണോ? ശ്രദ്ധിക്കുക. പ്രസ്ഥാനത്തെ ദേശീയ പ്രക്ഷോഭമാക്കി മാറ്റിയത് ഗാന്ധിജിയുടെ കരോ യാ മാരോ എന്ന ആഹ്വാനമാണ്. കരോ യാ മാരോ അവിടെ നിൽക്കട്ടെ, ഇത് ചിലപ്പോൾ അടിച്ചു കയറി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, സത്താര, ബല്ലിയ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ സമാന്തര ഭരണ സംവിധാനങ്ങൾ സ്ഥാപിച്ചു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. കരോ യാ മാരോ, കരോ യാ മാരോ, ഇത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് വളരെ ആവശ്യം വരും. ഇതെന്താണ് സാധനം എന്നുള്ള നമ്മുടെ പരിപാടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാനത് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതാ ഇവിടെ നോക്കിയോ. അപ്പൊ നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യാനുള്ള നൂല് താഴെ കൊടുത്തിട്ടുണ്ട്. ആ നൂലിൽ കയറി കമന്റ് ചെയ്യുക. ഓക്കെ, കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഓക്കെ. അപ്പൊ നോക്ക്, ഓക്കെ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ? ഓക്കെ, ശരി. അപ്പൊ ശരി, നമുക്ക് നേരെ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. നിങ്ങൾ നോക്കി ഇരുന്ന ആ ഉത്തരം ഇതാ വന്നിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ഇതാ അടക്കുന്ന ഉത്തരം 1, 2 മാത്രമാണ് ശരി. സമാന്തര സർക്കാരുകൾ സ്ഥാപിച്ചത് എവിടേക്കെന്നുള്ളത് നമുക്ക് പോകാം. നമ്മളിങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ ഇരിക്കുകയാണ്. ഇനി എന്ത്. അതാണ് ഈ സെഷൻ. അതാണ് 5 AM. അതാണ് ഈ 5 AMലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്ന ഒരു കാര്യം. അപ്പം നമുക്ക് നോക്കാം. നമ്മുടെ ഒന്നാം പ്രസ്താവന, ക്രിപ്സ് മിഷന്റെ വാഗ്ദാനങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ ഉണ്ടായത്. ശരിയല്ലേ? സംശയമില്ലല്ലോ. പ്രസ്ഥാനത്തെ ദേശീയ പ്രക്ഷോഭമാക്കി മാറ്റിയ ഗാന്ധി കരോ യാ മാരോ, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഗാന്ധിജിയുടെ കരോ യാ മാരോ. ഓക്കെ, അത് നമ്മൾ പറയും. നമ്മൾ ആ ട്വിസ്റ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്വിസ്റ്റുമായിട്ട് മുന്നോട്ട് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നത് ഭാരതം വിട്ടൊഴിയുക അല്ലെങ്കിൽ ഇറങ്ങിപ്പോടേ എന്ന് പറയുന്നത്. നിങ്ങളാരും പോലെ നിങ്ങളതല്ല, ഇറങ്ങിപ്പോടേ എന്ന് ബ്രിട്ടീഷുകാരോട് പറയുന്ന നയമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം വിട്ടൊഴിയുക, നിങ്ങളിവിടെ നിന്ന് മാറണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നമ്മൾ അതിനെ കുറച്ചുകൂടെ ഒന്ന് ലോക്കലൈസ് ഇറങ്ങിപ്പോടേ എന്ന് പറയില്ല, ആ സംഭവമാണ്. ശരി, എന്ന മുദ്രാവാക്യത്തോടു കൂടിയ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ, ആരുടെ നേതൃത്വത്തിൽ? മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അടുത്ത പോയിന്റ് കിടക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച് 1942 ഒരു വലിയ ജനകീയ സമരമായിരുന്നു, ഒരു വലിയ ജനകീയ മുന്നേറ്റമായിരുന്നു അല്ലേ ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുമ്പോൾ. 1942 ഓഗസ്റ്റ് 8, ഡേറ്റ് മറക്കരുത്. 1942, ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം മറക്കവേ കൂടാതെ ജ്ഞാപകം വേണം. ശരി, എവിടെ നടന്നു? ബോംബെയിലെ ഗോവാലിയ ടാങ്ക്, ഗൗളിയ നമ്മൾ ഇത് പറയുന്നതാണ്, പക്ഷെ ഗോവാലിയ നമുക്ക് മലയാളത്തിൽ പറയാം. ഗോവാലിയ ടാങ്ക് മൈതാനിയിൽ നടന്നു. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരുടെ നേതൃത്വത്തിൽ? ഗാന്ധിജി. ഏത് പ്രസ്ഥാനം? INC. നടന്നതെന്ന് 1942 ഓഗസ്റ്റ് 8. എവിടെ വെച്ച്? ഗോവാലിയ ടാങ്ക് മൈതാനം. അതിനെ ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നു. ഇത്രയും പോയിന്റ് പഠിച്ചതോടുകൂടി നമുക്ക് ഇതിനകത്ത് എന്ത് കിട്ടിയ പോയിന്റ് ഒന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് അടിക്കാം. ഏതു പ്രസ്ഥാനം? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ആരുടെ നേതൃത്വത്തിൽ? മഹാത്മാഗാന്ധി. എവിടെ വെച്ച്? ബോംബെ. ഗോവാലിയ ടാങ്ക് മൈതാനം ഇന്നത് ഓഗസ്റ്റ് ക്രാന്തി. എന്നു നടന്നു? 1942 ഓഗസ്റ്റ് 8. ഓക്കെ, ഇപ്പോഴും നമ്മുടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് കരോ യാ മാരോ എന്ന് പറഞ്ഞ മറ്റേ ആ ലൂസ്, നമ്മുടെ എമ്പുരാന്റെ ആ ഒരു സാധനം ഇങ്ങനെ കൊണ്ടുവരും. ആരാണ് ആ വ്യാളി രൂപം എന്നൊക്കെ പറയുന്നത് പോലെ ഇതിനകത്ത്
ഇപ്പോഴും കരോയാമാരോ ഒരു ട്വിസ്റ്റിൽ നിൽപ്പുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ശരി, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് സെറ്റാക്കി ശ്രദ്ധിച്ചിരിക്കുക. ദാ ക്രിപ്സ് മിഷന്റെ പരാജയം. അടുത്ത കാര്യം എന്താണ് ക്രിപ്സ് മിഷൻ? ക്രിപ്സ് മിഷന്റെ പരാജയം നമുക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത്, ഏതോ സമയത്ത്, രണ്ടാം ലോക മഹായുദ്ധം കാലഘട്ടം ചുമ്മാ കുറിച്ചിട്ടേക്കാം, 39-45 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യയിൽ യുദ്ധ സഹകരണം, അതായത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി, ബ്രിട്ടന് വേണ്ടി ഇന്ത്യൻ പട്ടാളക്കാർ പൊരുതണം എന്ന ആവശ്യവുമായിട്ട് ബ്രിട്ടീഷ് സർക്കാർ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ആരാണ്? സ്റ്റഫോർഡ് ക്രിപ്സിനെ 1942 മാർച്ചിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് ലിറ്ററലി സഹായം ചോദിക്കുകയാണ് ബ്രിട്ടന് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ പോയി പൊരുതാൻ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്നൊരു പിന്നെ കമ്മീഷനാണ് ക്രിപ്സ് മിഷൻ കമ്മീഷൻ, ലെഡ് ബൈ സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് പോയിന്റ് ഇതിനോടൊക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണും. ആദ്യമായിട്ട് ഏത് കമ്മീഷൻ? ക്രിപ്സ് മിഷൻ. ഏത് വർഷമേത്? 1942. മാസമേത്? മാർച്ച്. ആരുടെ നേതൃത്വം? സർ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വം. ഓക്കെ, ആരയച്ചു? ബ്രിട്ടീഷ് സർക്കാർ അയച്ചു. എവിടേക്ക് അയച്ചു? ഇന്ത്യയിലേക്ക് അയച്ചു. എന്തിനയച്ചു? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പൊരുതാനായിട്ട്. ഏത് യുദ്ധത്തിൽ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ PSC പഠിക്കേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പഠിച്ചത് ഇതുപോലെയാണ്. ബേസിക്കലി ഞാൻ ചുമ്മാ നിങ്ങളെ രാവിലെ വെറുതെ വിളിച്ചിരുത്തിയിട്ട് ഘോര വാദിക്കുകയല്ല, പക്ഷെ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എന്താ പരിപാടി എന്നറിയാമോ? ഞാൻ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ കിന്നാരം ചോദിച്ചുകൊണ്ടിരിക്കും. ഈ കിന്നാരം ചോദിക്കുമ്പോൾ സാധാരണ സ്വാഭാവികമായിട്ട് നമ്മളെ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർ നമ്മളോട് കിന്നാരം ചോദിക്കും, നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മളോട് തന്നെ കിന്നാരം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ ഈ ക്രിപ്സ് മിഷൻ പറഞ്ഞില്ലേ, ഏത് മിഷൻ? മറ്റേ ഡും മാലാക. ഏത് മാലാക? ചിറകുള്ള മാലാക. എന്ത് ചിറക്? മറ്റേ ഇതിന്റെ ചിറക് പണ്ട് നമ്മൾ പഠിക്കൂലോ, പണ്ട് നമ്മൾ കളിച്ച കുറെ കളിയില്ല, അതുപോലെ PSC പഠിക്കാൻ ശ്രമിച്ചു. രസമായിരിക്കും. ഏത് മിഷൻ? ക്രിപ്സ് മിഷൻ. വർഷമേത്? 42. മാസമേത്? മാർച്ച്. ആര് വന്നു? ബ്രിട്ടീഷ് വന്നു. ആരുടെ നേതൃത്വത്തിൽ? സർ സ്റ്റഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിൽ. എന്തു പറഞ്ഞു? രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഹായിക്കണം. ആര് പറഞ്ഞു? ബ്രിട്ടീഷുകാര്. ആരോട് പറഞ്ഞു? ഇന്ത്യക്കാരോട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മിഷൻ ക്രിപ്സ് മിഷൻ. കണ്ട, കിന്നാരം പറയും പോലെ പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ക്രിപ്സ് മിഷന്റെ കുറച്ച് വാഗ്ദാനങ്ങൾ നമുക്ക് നോക്കാം. ഈ മെത്തേഡ് തന്നെ നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം. യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി വേണം. ഇന്ത്യ ചോദിച്ചു. എന്ത് ചോദിച്ചു? ഡൊമീനിയൻ പദവി ചോദിച്ചു. അപ്പൊ അവരെന്ത്? തരില്ല. അതാണ് സംഭവം. നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ഒരു ഭരണഘടന തയ്യാറാക്കണം. പിന്നെ അതുപോലെ സംസ്ഥാനത്തിനും യൂണിയനിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം വേണം. സംസ്ഥാനത്തിന് യൂണിയനിൽ നിന്ന്, അതായത് പ്രത്യേക സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞു. അതായത് നമുക്കൊന്നുകൂടെ ഒന്നൊന്ന് റീവർക്ക് ചെയ്ത് നോക്കാം. എന്ത് ക്രിപ്സ് മിഷൻ വന്നു. എന്തു പറഞ്ഞു? ആര് പറഞ്ഞു? ഇന്ത്യക്കാര് പറഞ്ഞു. എന്തു പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും യുദ്ധാനന്തരം ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി, പിന്നെ ഭരണഘടന വേണം, പിന്നെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശങ്ങൾ വേണം. ഇത്രയും കാര്യം പറഞ്ഞു. ഓക്കെ, ശരി. നേതാക്കളുടെ പ്രതികരണം. ക്രിപ്സ് മിഷൻ വാഗ്ദാനങ്ങൾ അപര്യാപ്തവും, അതായത് ഇതൊക്കെ തരാൻ ആൾക്കാരെ എന്തായാലും കൊണ്ടുപോകണ്ടേ, അപര്യാപ്തവും അർത്ഥശൂന്യവുമാണെന്ന് വിമർശിച്ച കോൺഗ്രസും മറ്റു രാഷ്ട്രീയ നേതാക്കളും എന്ത് ചെയ്തു? ഇത് നിരസിച്ചു. ഇത് അർത്ഥശൂന്യമാണ്, അതായത് മീനിങ്ലെസ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അപ്പൊ എന്തു പറഞ്ഞു? മീനിങ്ലെസ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ നേതാക്കൾക്ക് ബുദ്ധി ഉദിച്ചു. അവർ പറഞ്ഞു മീനിങ്ലെസ്സോ. എന്തിനെ പറഞ്ഞു? ക്രിപ്സ് മിഷൻ. അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ എന്ത് ചെയ്തു? നടപ്പുള്ളതാക്കാൻ പോകുന്നില്ല. പിന്നെ ഇതുപോലെ എന്ത് ചെയ്തു? ഗാന്ധിജിയും കൂടെ ഇതിനെ ഏറി കയറ്റി. തകർന്ന ബാങ്കിലെ പിൻ തീയതിയിട്ട ചെക്ക്, അല്ലെങ്കിൽ മറന്ന ചെക്ക്. ഓക്കെ, തകർന്ന ബാങ്കിന്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്നും കൂടെ ഗാന്ധിജിയും കൂടെ ഏറി കയറ്റിയതോടുകൂടി എന്തായി? ഇതിന്റെ അവസാനം ശുഭം എന്ന് എഴുതി കാണിച്ച് അവിടെ തന്നെ നിന്നു എന്നെന്ത് ചെയ്യുക? നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സെറ്റാണ്. അടുത്ത് ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? കാരണം ഞാൻ നേരത്തെ ഓൾറെഡി നിങ്ങളിത് പറഞ്ഞു. ലോക മഹായുദ്ധം 39-45 ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, നമ്മുടെ കാര്യം പറയുന്നു. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയുടെ ഭൗതികവും മാനുഷിക വിഭവശേഷിയും ലോക യുദ്ധത്തെ അനുമതിയില്ലാതെ ഉപയോഗിച്ചു. ഓക്കെ, അതായത് വേറൊന്നുമില്ല, ഒരുപാട് ആൾക്കാരെ എന്ത് ചെയ്തു? കൊണ്ടുപോയി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് ആൾക്കാരെ ഈ പറഞ്ഞ ആർമിയിലൊക്കെ റിക്രൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? അവരെ വേൾഡ് വാറിലോട്ട് അറ്റാച്ച് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? മാക്സിമം ചൂഷണം ചെയ്തു. ബ്രിട്ടീഷുകാർ വന്ന കാലം തൊട്ടേ നമ്മുടെ റിസോഴ്സ് എല്ലാം ചൂഷണം ചെയ്ത് ഒരു പരുവാക്കിയാണ് അവർ എന്ത് ചെയ്തത്? ഇട്ടത്. ശരി, ഇന്ത്യൻ സൈനികർ എന്ത് ചെയ്തു? യുദ്ധത്തിൽ കൊണ്ടുപോയി ഉപയോഗിച്ചു. അതിനൊപ്പം ഭക്ഷണക്ഷാമവും വിലക്കയറ്റവും എല്ലാം ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കി. നമ്മുടെ കേരളത്തിൽ മൊറാഴ സമരം നിങ്ങൾക്കറിയാമോ? മൊറാഴ സമരം. ഈ മൊറാഴ സമരത്തിന്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് രണ്ടാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് സാധനങ്ങൾക്കുള്ള വിലക്കയറ്റമാണ്. ഓൾറെഡി നമ്മളിപ്പോൾ ഈ പോയിന്റ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ബ്രിട്ടീഷുകാര് ഇന്ത്യയുടെ മാൻ പവറും യൂസ് ചെയ്തു, ഇന്ത്യയുടെ റിസോഴ്സസും യൂസ് ചെയ്തു. അങ്ങനെ ഒരുപാട് എന്ത് ചെയ്തു? അവന്മാരെ മാക്സിമം ചൂഷണം ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ
അങ്ങനെ എന്ത് ചെയ്തു? കടുത്ത ആൾക്ഷാമം ഇവിടെ ഉണ്ടായി, ഇന്ത്യക്കും ഉണ്ടായി, ഭക്ഷണക്ഷാമം ഉണ്ടായി, ദാരിദ്ര്യത്തിലേക്ക് തള്ളി നീക്കപ്പെട്ടു. ഇതിനെല്ലാം എന്താണ് ഒരു പിന്നീട് നടന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പറ്റി നടന്നൊരു സംഭവമാണ് ബംഗാൾ ക്ഷാമം എന്ന് പറയുമ്പോൾ. പുതിയ 5ാം ക്ലാസ്സിലെ നമ്മുടെ എനിക്ക് തോന്നുന്നു 2ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ഭക്ഷണവും മനുഷ്യരും എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് ഒരു കോളത്തിനകത്ത് ബംഗാൾ ക്ഷാമത്തിനെ പറ്റി കിടപ്പുണ്ട്. അതിൽ പറഞ്ഞ നമ്പർ കേട്ട ഞാൻ തന്നെ ഞെട്ടിപ്പോയി സുഹൃത്തുക്കളെ. 30 ലക്ഷം ആൾക്കാരാണ് ഭക്ഷണം കിട്ടാതെ ബംഗാളിൽ അന്ന് മരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് തീവ്രമായിരുന്നു ആ സംഭവം എന്നുള്ളത്. ചെറിയൊരു കാര്യമല്ല, വലിയൊരു സംഖ്യ തന്നെയാണ്. 30 ലക്ഷം ആളുകളാണ് അവിടെ അന്ന് മരിച്ചത്. അത്രയ്ക്കും ആ ഒരു നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അപ്പം ആ 2ാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ഇവയാണ്. ഇന്ത്യക്ക് എല്ലാ വിധത്തിലുമുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് എന്നുള്ളത് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് എന്ത് ചെയ്തു? വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ശരി, അടുത്ത് ഒരു ജനകീയ താല്പര്യം ഇതിനകത്തുണ്ടായിരുന്നു, അതായത് ഈ ക്വിറ്റ് ഇന്ത്യക്ക് വേണ്ടി. കാരണം അവരും പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. നമ്മൾ കർഷക സമരങ്ങളെ പറ്റി നമ്മൾ ആ ഒരു ഇന്ത്യ ചരിത്രം എടുക്കുമ്പം മൊത്തത്തിൽ പറയുന്നത് കർഷക സമരങ്ങളെ പറ്റിയും, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച കുറേ സമരങ്ങളും മറ്റും നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് സിവിൽ പ്രസ്ഥാനം 1930 തൊട്ട് 34 വരെ, 34ലാണ് അത് ശ്രദ്ധിക്കണേ, 1934ലാണ് ഔദ്യോഗികമായിട്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കുന്നത്. പക്ഷെ നമ്മളൊരു 30-32 ആകുമ്പോഴത്തേക്ക് അതിന്റെ വീര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ 34ലാണ് പൂർണ്ണമായിട്ട് അവസാനിക്കുന്നത്. ഓക്കെ, ജനങ്ങളിൽ എന്ത് ചെയ്തു? ദേശീയ ബോധം വർദ്ധിപ്പിച്ചു. അതായത് ഗാന്ധിജി നമുക്കറിയാം, ഗാന്ധിജി ആദ്യമായിട്ട് നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിലാണ് ഗാന്ധിജി ആദ്യമായിട്ടൊരു ബഹുജന മുന്നേറ്റ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത്. അന്ന് മുതൽ ഗാന്ധിജിയുടെ ആശയങ്ങളെ ജനങ്ങൾ എന്ത് ചെയ്തു? ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഗാന്ധിജിയുടെ നിരാഹാര സമര മുറകള്, വ്യക്തി സത്യാഗ്രഹ മുറകള്, ഇതെല്ലാം എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട്. പിന്നെ ഗാന്ധിജി എല്ലാ സ്ഥലങ്ങളും ഇന്ത്യ മൊത്തവും ചുറ്റിക്കണ്ടു. അല്ലെങ്കിൽ അവിടെ കേരളത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പോലും അദ്ദേഹം വന്നിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി മുഴുവൻ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രക്ഷോഭങ്ങളെല്ലാം എന്ത് ചെയ്തു? ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇരു കൈ നീട്ടി ജനങ്ങൾ സ്വീകരിച്ചപ്പോഴത്തേക്കും ഗാന്ധിജി എന്ന് പറയുന്ന നേതാവ് ഒരു വലിയൊരു ദേശീയ നേതാവായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ദണ്ഡി കടപ്പുറത്ത് ആ മാർച്ച് നടത്തി. അദ്ദേഹം പോയപ്പോൾ തന്നെ അദ്ദേഹത്തിനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അനുഗമിച്ചുവെങ്കിലും ഇന്ത്യയിലുടനീളം അതുമായിട്ട് സമാനമുള്ള രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ ഉപ്പ് നിയമത്തിനെ ലംഘിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനങ്ങൾ ഭയങ്കരമായിട്ട് കൊടികുത്തി പോകണം. ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും എന്ത് ചെയ്തു? അത് സംഭവിച്ചു എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടെ എന്ത് ചെയ്തു? അവിടെ ദേശീയ അവബോധം ജനങ്ങളിൽ ഭയങ്കരമായിട്ട് വളർന്നു വന്നൊരു സാഹചര്യമായിരുന്നു. അത് ഭയങ്കരമായിട്ട് ജനങ്ങളെ ആഴത്തിൽ സ്പർശിച്ച ഒരു കാര്യമായിട്ട് മാറാൻ തുടങ്ങി. സ്വാതന്ത്ര്യത്തിന് പിന്നെ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പുകളും ബ്രിട്ടീഷുകാരുടെ വർദ്ധിച്ച പീഡനങ്ങളും ജനങ്ങളെ പ്രക്ഷോഭങ്ങളിലേക്ക് നയിച്ചു. അതായത് അടിമത്തം എന്നുള്ളത്, സ്ലേവറി എന്നുള്ളത് ഒരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നിർബന്ധിത അടിമത്തങ്ങൾ പോലും ഉണ്ടായിരുന്ന കാലത്ത് ജനങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് പൊറുതിമുട്ടി. അവരെല്ലാവരും, നമ്മൾ ഈ ലോക വിപ്ലവങ്ങൾ എടുത്താൽ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അല്ലേ കൂട്ടുകാരെ? ലോക വിപ്ലവങ്ങൾ പോലും നമ്മൾ എടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ അടിച്ചമർത്തപ്പെട്ട സപ്രസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളാണ് എപ്പോഴും വിപ്ലവം മുന്നോട്ട് നയിച്ച് വിജയിപ്പിച്ചിട്ടുള്ളത്. അത് നമുക്ക്, അതായത് ഈ അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്കായിരിക്കും ഏറ്റവും ശക്തിയുള്ളതെന്നാണ് ലോക വിപ്ലവങ്ങൾ, ലോക ചരിത്രവും ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും ഏതൊരു ചരിത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ ഈ പറഞ്ഞൊരു പോയിന്റാണ്. ഇത് മനസ്സിലായി എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ മാക്സിമം ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇതോടൊക്കെ നോക്കിക്കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ അടുത്തേലോട്ട് പോകാൻ. എന്താ നോക്കിയോ, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപനം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് ഇവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. നോക്കിയോ, അതായത് 1942 ഓഗസ്റ്റ് മാസം 8 എവിടെ വെച്ച് ഗോവാലിയ ടാങ്ക് മൈതാനം. ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി ടാങ്ക് മൈതാനം. ഞാൻ ഇവിടെ പറഞ്ഞു ഗോവാലി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും ഓഗസ്റ്റ് ക്രാന്തി മൈതാനം. ഓക്കെ, ശരി. ഇനി എന്താണ് പ്രസിദ്ധമായി? ഇവിടെയാണ് ഞാൻ നിങ്ങളെ ആ ഒരു സാധനം പരിചയപ്പെടുന്നത്. കരോ യാ മാരോ, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇതാ ഒരു മന്ത്രം, ഇതാ ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. PSC പഠിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ള ഇതാണ്, മരിക്കാൻ ഞാൻ പറയില്ല. പ്രവർത്തിക്കുക, പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക, ലക്ഷ്യം കാണുന്നത് വരെ. ഒരു കിണർ വെട്ടി 2 തൊടിയാകുമ്പോൾ തന്നെ വെള്ളം കാണണമെന്ന് നമ്മൾ വാശി പിടിക്കരുത്. വെട്ടിക്കൊണ്ടേയിരിക്കുക, വെള്ളം കാണും, ഉറപ്പാണ്.
നമ്മൾ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഓടി, എത്ര പേര് ഇപ്പോഴും ഓടുന്നു എന്നുള്ളതിലാണ് കാര്യം, അല്ലേ സുഹൃത്തുക്കളെ? ഇപ്പോഴും എത്ര പേര് നമ്മുടെ കൂടെ ഓടുന്നുണ്ട് എന്നുള്ളതിലാണ് കാര്യം. നമ്മൾ ഓട്ടം നിർത്തിയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യവും, എത്ര പേര് ഓടുന്നു എന്നുള്ളത് കാര്യവും, നമ്മൾ ഓട്ടം നിർത്തിയോ എന്നുള്ളത് ചോദ്യവുമായി നിൽക്കുന്ന സാഹചര്യമാണ് ഓരോ PSC ഉദ്യോഗാർത്ഥിയുടെ ജീവിതം എന്ന് എനിക്കിവിടെ പറയാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കരോ യാ മാരോ എന്നും നമ്മുടെ മനസ്സിൽ പറയാം. ഗാന്ധിജി പറഞ്ഞ ആ കൊച്ചു മന്ത്രം നമുക്ക് ഏവർക്കും ഏറ്റെടുക്കാം, അല്ലേ? കരോ യാ മാരോ, കരോ യാ മാരോ എന്ന് വെച്ചാൽ ഡു ഓർ ഡൈ, ഡു ഓർ ഡൈ. മരിക്കാൻ ഞാൻ പറയില്ല, പക്ഷേ ഡു ഇറ്റ് ഓൾ ദ വേ, അങ്ങനെ ഞാൻ പറയും. ശരി, ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യത്തിനായി സർവ്വം ത്യജിക്കാൻ തയ്യാറാവുക എന്ന ആഹ്വാനമാണ് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയത്. അതായത് ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ആ എല്ലാ സാധനങ്ങളും വേണ്ടെന്ന് വെക്കാൻ എന്ത് ചെയ്തു? ഗാന്ധിജി അവരോട് ആഹ്വാനം ചെയ്തു. അപ്പം നിങ്ങൾക്ക് ആലോചിക്കാം, ഗാന്ധിജി ആ ഒരു കാലയളവ് എത്രമാത്രം ഇൻഫ്ലുവൻസ് ജനങ്ങളുടെ ഇടയിൽ നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ മനസ്സിലായി കാണും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, ഇതാ പ്രസ്ഥാനത്തിന്റെ കാരണങ്ങൾ നമുക്ക് നോക്കണം. പ്രധാനപ്പെട്ട കാരണമാണ്. എന്തൊക്കെയാണ് കാരണങ്ങൾ? ക്രിപ്സ് മിഷന്റെ പരാജയം ഒരു വൻ കാരണമാണ്. എന്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അവിടെ ക്രിപ്സ് മിഷന്റെ പരാജയം നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കായുള്ള പ്രതീക്ഷകൾ തകർന്നുപോയി. അതായത് ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടത്തണമെന്ന് നമ്മളെ നേതാക്കൾ പറഞ്ഞിരുന്നു, പക്ഷെ അത് അംഗീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അതിന്റെ തകർച്ച ഈ പറഞ്ഞ നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇന്ത്യയുടെ ഭൂമിയും ജനശക്തിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനായി ഉപയോഗിച്ചതിനെതിരെ വൻ ജനകീയ പ്രതിഷേധം നടന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരുപാട് ഇന്ത്യക്കാരെ കൊണ്ടുപോയി പങ്കെടുപ്പിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ അവിടെ കൊണ്ട് ഇന്ത്യയുടെ മാക്സിമം മാൻ പവറും ഇന്ത്യയുടെ റിസോഴ്സസ് എന്ത് ചെയ്തു? അവർ ചൂഷണം ചെയ്തു. അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചു. അതിനെതിരെ കാര്യമായി നിഷിദ്ധമായ വിമർശനങ്ങളും ഭയങ്കരമായ പ്രതിഷേധങ്ങളും ഇന്ത്യയിലുടനീളം ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം പ്രതിരോധവും പീഡനവും കൂട്ടിയതോടെ ജനങ്ങളിൽ അതൃപ്തി വർദ്ധിച്ചു. അതായത് നികുതികൾ കൂട്ടുന്നു, സമരം ചെയ്യുന്ന വിഭാഗങ്ങളെ അറസ്റ്റിലാക്കി ജയിലടയ്ക്കുന്നു, അല്ലെങ്കിൽ അവരെ തൂക്കിലേറ്റുന്നു. ഇങ്ങനെയുള്ള മൃഗീയമായ നടപടികൾ എന്ത് ചെയ്തു? ഈ കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാരും അനുവർത്തിച്ചു പോന്നിരുന്നു. അത് ജനങ്ങൾ എന്ത് ചെയ്തു? ഭയങ്കര അതൃപ്തിക്കിടയാക്കുകയും ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാമെന്നൊരു ഫാക്ടറിലേക്കും കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ജനങ്ങളിലെ സ്വാതന്ത്ര്യ ആഗ്രഹം എന്ത് ചെയ്തു? സജീവമായി മുന്നോട്ട് പോയി. അതായത് ഇനിയെങ്കിലും ഞങ്ങൾക്ക് സ്വതന്ത്രരാകണം, കൊളോണിയൽ ശക്തിയിൽ നിന്ന് നമുക്ക് മാറണം, കൊളോണിയലിസത്തിൽ നിന്ന് മാറണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം ആർക്ക് വരുന്നു? ഈ ജനങ്ങൾക്ക് വരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി പ്രസ്ഥാനത്തിന്റെ ഘട്ടങ്ങളെ പറ്റി നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഘട്ടം നോക്കിയോ. 1942 ഓഗസ്റ്റ് 8 ഞാൻ നേരത്തെ പറഞ്ഞു, ഗാന്ധിജി പറഞ്ഞു ഡു ഓർ ഡൈ, മറക്കരുത്. പ്രസ്ഥാനം ആരംഭിച്ച ഉടൻ ഗാന്ധിജി, നെഹ്റു, പട്ടേൽ, മൗലാന ആസാദ് എന്നിവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. അതിനെ നമുക്ക് ഓപ്പറേഷൻ 0 അവർ എന്ന് പഠിക്കാം. എന്താണ്? റിപ്പീറ്റ് ആഫ്റ്റർ മീ. കാണുന്നവർ കമന്റ് ചെയ്യുക. ഓപ്പറേഷൻ 0 അവർ എന്ന് നമുക്ക് പറയാം. ഓപ്പറേഷൻ 0 അവർ ആണ്. ആ ഒരു മൂമെന്റിലാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ നേതാക്കളെല്ലാം അറസ്റ്റ് ചെയ്ത് മാറ്റിയെന്ന് എന്ത് ചെയ്യുക? എൻ്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. കോൺഗ്രസ് പ്രവർത്തനം നിരോധിച്ചു. കോൺഗ്രസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്തു? നിരോധിച്ചു. നേതാക്കളുടെ അഭാവത്തിൽ പ്രസ്ഥാനം ജനകീയതയിൽ മാത്രമേ ആധാരപ്പെട്ടിരുന്നുള്ളൂ. നേതാക്കളെ എല്ലാം അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാരിന് തെറ്റിപ്പോയി. കാരണം അവരെക്കാൾ അസംതൃപ്തരായ ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ അസംതൃപ്തരായ ജനങ്ങൾ, അവർക്കെതിരെ പ്രതിഷേധം ആളിക്കത്തിക്കാനായിട്ട് ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരുന്നു ജനങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്നുകൊണ്ട് ഠഗേ 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 എന്നുള്ള രീതി തന്നെ എന്ത് ചെയ്തു? ഫിനിഷ്, ഖത്തം ഹോഗേ. ഈ രണ്ടാം ഘട്ടം പറയുമ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിൽ ജനതയുടെ പ്രതികരണം നമ്മൾ പറയേണ്ടി വരും. എന്തായിരുന്നു ആ ജനതയുടെ പ്രതികരണം നോക്കാം. ജനങ്ങൾ സർക്കാർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവ നന്നായിട്ട് കയറി അങ്ങ് ആക്രമിച്ചു. സർക്കാർ ഓഫീസുകൾ ആക്രമിച്ചു, റെയിൽവേ സ്റ്റേഷൻസ് ആക്രമിച്ചു, പോലീസ് സ്റ്റേഷൻസ് ആക്രമിച്ചു. ഹർത്താല്, പണിമുടക്ക്, ബഹിഷ്കരണം എന്നിവയിലൂടെ എന്ത് ചെയ്തു? പ്രക്ഷോഭം വ്യാപിപ്പിച്ചു. ഹർത്താല്, പണിമുടക്ക്, ബഹിഷ്കരണം എന്നിവയിലൂടെ പ്രക്ഷോഭം വ്യാപകമായി, ഭയങ്കര വ്യാപകമായി സ്പ്രെഡായി. സമാന്തര ഭരണങ്ങൾ നമുക്ക് നോക്കാം. എവിടേക്കാണ് സമാന്തരമായ ഭരണങ്ങൾ ഉണ്ടായത്? ബല്ലിയ, താംലൂക്ക് ബംഗാളിലാണ്, പിന്നെ സത്താര മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യനിൽ, നമ്മളെ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കിയിരുന്നു. ഞാൻ തന്നിരുന്ന ക്വസ്റ്റ്യനിൽ തമിഴ്നാടെന്നുണ്ടായിരുന്നു. എന്താണ്? അപ്പോൾ തമിഴ്നാടില്ല, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും പ്രദേശമാണ്. ബല്ലിയ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചോ. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ വളരെ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഊന്നി പറയുന്നത്. നിങ്ങളിത് പഠിച്ചു വെച്ചിരിക്കുക. ബല്ലിയ, താംലൂക്ക്, സത്താര മേഖലകളിലാണ് എന്തുള്ളത്? ഈ പറഞ്ഞ സമാന്തര സർക്കാരുകൾ ഉണ്ടായെന്ന് എന്ത് ചെയ്യുക? എൻ്റെ സുഹൃത്തുക്കൾ ഇതോടകം തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും
കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ എല്ലാവരും നോക്കിയാണെന്നൊന്ന് കമൻ്റ് ഇട്ടേ, ഒന്ന് കാണട്ടെ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി, നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടുത്ത പോയിന്റിലേക്ക് പോകാം. ദാ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിച്ചത്? ക്വിറ്റ് ഇന്ത്യക്കെതിരെ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രതികരണം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. കഠിനമായ പീഡനം നടന്നു. കഠിനമായ ഗ്രീവിയസ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവരുണ്ടാക്കി വെച്ചു. ഗ്രീവിയസ് ഹേർട്ട് അവരുണ്ടാക്കി. ഏകദേശം 1,00,000-ലധികം ആളുകൾ അറസ്റ്റിലായി. 1,00,000. ഐ റിപ്പീറ്റ്, ദ നമ്പർ ഈസ് 1 lakh. ഓക്കെ, അറസ്റ്റഡ് 1 lakh പീപ്പിൾ. 1,00,000 വരുന്ന ആളുകളെ അവർ അറസ്റ്റ് ചെയ്തു. പിന്നെ മാർഷൽ ലോ, പിന്നെ മാർട്ടിയൽ ലോ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഇംഗ്ലീഷിൽ മാർഷൽ ലോ എന്ന് പറയാം. മാർഷൽ ലോ പട്ടാള നിയമമാണ് കേട്ടോ. പല സ്ഥലങ്ങളിലും മാർഷൽ ലോ പ്രഖ്യാപിച്ചു, പട്ടാള നിയമങ്ങൾ പ്രഖ്യാപിച്ചു, സൈന്യം വിന്യസിപ്പിച്ചു. പല മേഖലകളിലും ഈ പ്രശ്നബാധിത പ്രദേശങ്ങളിലെല്ലാം എന്ത് ചെയ്തു, അവർ സൈന്യത്തിനെ വിന്യസിപ്പിച്ചു. പിന്നെ പ്രതിഷേധകർ 10,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഈ ഒരു സംഭവത്തിൽ എത്ര പേര്? 10,000-ലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത്. ജീവഹാനി ഉണ്ടായത് അല്ലേ? 10,000. There were 10,000 of people were murdered due to this. Okay, അതായത് 10,000-ലധികം, more than 10,000 people were murdered. കറക്റ്റ് കേസ് ഓഫ് ഹോമിസൈഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത്രയും ആൾക്കാരെ വംശഹത്യ പോലെ തന്നെ ചെയ്തു കളഞ്ഞു. പിന്നെ അച്ചടി നിർത്തലാക്കൽ ഇൻ ദ സെൻസ് എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ന്യൂസ് പേപ്പർ മാധ്യമങ്ങളെല്ലാം എന്ത് ചെയ്തു? അടച്ചുപൂട്ടുകയുണ്ടായി. മാധ്യമങ്ങൾ അടച്ചുപൂട്ടി, പ്രക്ഷോഭ വാർത്തകൾ തടഞ്ഞു. അതായത് ജനങ്ങളിലേക്ക് വാർത്തകൾ എത്താതിരിക്കാനാണ് ഇങ്ങനത്തെ ഒരു മെഷർ ആര് സ്വീകരിക്കുന്നത്? ബ്രിട്ടീഷുകാർ സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രക്ഷോഭത്തിന്റെ വാർത്ത പുറം ലോകം അറിയാൻ പാടില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ ഈ വാർത്ത തടഞ്ഞത് എന്ന് എന്ത് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സെറ്റാണ്. ഇനി എന്തായിരുന്നു സ്ത്രീകളുടെ പങ്ക്? കലാപവുമായി ബന്ധപ്പെട്ട് എന്താണ് സ്ത്രീകളുടെ പങ്കെന്ന് നോക്കാം. അരുണ അസഫ് അലിയാണ് ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ എന്ത് ചെയ്തത്? ദേശീയ പതാക ഉയർത്തിയത്. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അറിഞ്ഞുകൂടാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അരുണ അസഫ് അലി എന്താണ്? മൈതാനിയിൽ ദേശീയ പതാക ഉയർത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഉഷാ മേത്ത എന്ത് ചെയ്തു? ഭൂഗർഭ റേഡിയോ സ്ഥാപിച്ച് പ്രക്ഷോഭ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് ആരാണ്? ഉഷാ മേത്ത. സരോജിനി നായിഡു പിന്നെ വിജയലക്ഷ്മി പണ്ഡിറ്റൊക്കെ എന്ത് ചെയ്തു? സ്ത്രീകൾക്കിടയിൽ ജനകീയ ബോധവൽക്കരണം നടത്തി. അതായത് നമുക്കും പങ്കാളികളാവണം. ഇത് പുരുഷന്മാർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. സ്ത്രീകളായ നമ്മളും എന്ത് ചെയ്യണം? ഇതിൽ പങ്കാളികളാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം സ്ത്രീകളെയും എന്ത് ചെയ്തു? അവരൊന്നിപ്പിച്ചു എന്ന് എന്ത് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇതെല്ലാം പഠിച്ചു തന്നെ പോവുക. ഡോണ്ട് സ്കിപ്പ് ദീസ്. These are very very important when it comes to the competitive exams. Okay, അത് മനസ്സിലൊന്ന് വെച്ചിരിക്കുക. നോക്കിക്കോ. പ്രസ്ഥാനം എന്തുകൊണ്ട് വിഫലമായി എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ പ്രസ്ഥാനം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം പ്രസ്ഥാനത്തിന് ഒരു പരാജയം നേരിടേണ്ടി വന്നത്? കഠിനമായ പീഡനം ബ്രിട്ടീഷ് സർക്കാർ എന്ത് ചെയ്തു? ഈ ഒരു പല്ലും നഖവും കൊണ്ട് നേരിട്ടു എന്ന് പറയുന്നത് പോലെ അവരെന്ത് ചെയ്തു? They used their arms and ammunitions to the പിന്നെ റിവോൾട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലും പീഡനവും കൊണ്ട് പ്രക്ഷോഭം നിയന്ത്രിച്ചു. പിന്നെ നേതൃത്വത്തിന്റെ അഭാവമുണ്ട്. പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്തതോടെ എന്ത് ചെയ്തു? പ്രസ്ഥാനം സങ്കുചിച്ചു, അല്ലെങ്കിൽ കൂടുതൽ സങ്കീർണമായി പോയി, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയി. സങ്കീർണമല്ല, ചുരുങ്ങിപ്പോയി. ഓക്കെ, വികസിച്ചില്ല. കാരണം എന്താണ്? ജനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം പ്രധാനമായ ഒരു വലിയൊരു പിന്നെ ഓപ്പറേഷൻ സീറോ അവർ നിങ്ങൾ മറക്കരുതേ. ഓപ്പറേഷൻ സീറോ അവറിലൂടെ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള ഓപ്പറേഷൻ സീറോ അവർ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു? ഒരു വലിയൊരു ജനകീയ നേതാവ് ഇവിടെ എന്ത് ചെയ്തില്ല? ഉയർന്നു വന്നില്ല. പിന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ സഹകരണം ഇല്ലായ്മയുണ്ട്. ഇവിടെ INC നടത്തിയൊരു പരിപാടിയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളത് മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, ഇവരെല്ലാം എന്ത് ചെയ്തു? പ്രസ്ഥാനത്തിനെതിരായിരുന്നു. INC നടത്തിയതുകൊണ്ട് ശരിക്കും ഇത് INC മാത്രം നടത്തേണ്ടതായിരുന്നില്ല. സ്വാതന്ത്ര്യം എല്ലാവർക്കും, നമ്മൾ റഷ്യൻ വിപ്ലവത്തിന്റെ ആപ്തവാക്യത്തിൽ പറയുന്ന പോലെ അല്ലേ, നമ്മൾ സ്വാതന്ത്ര്യം എല്ലാവർക്കും എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രശ്നത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? എന്നിട്ട് പോലും അവരത് മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സ്വാതന്ത്ര്യം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് പോലും അവരുടെ പങ്ക് അവർ ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരൊന്നും എന്ത് ചെയ്തിട്ടില്ല? ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രസ്ഥാനം വലിയ രീതിയിലുള്ള ഇടിവുണ്ടായി. കാരണം അത്രമാത്രം നെഗറ്റീവ്സും പ്രസ്ഥാനത്തിനെതിരെ ഉണ്ടായിരുന്നു. INC തുടങ്ങിയതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഫലങ്ങൾ?
ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനുള്ള ആഗ്രഹം വർദ്ധിച്ചു. ജനങ്ങൾക്കിടയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടണമെന്നുള്ള ആഗ്രഹം വർദ്ധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ജനതയുടെ സമഗ്ര താല്പര്യങ്ങളും സന്നദ്ധതകളും അവർ പ്രതിഫലിപ്പിച്ചതിലൂടെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ പിന്തുണ നഷ്ടമായി. അപ്പോൾ എന്ത് ചെയ്തു? ഇന്ത്യക്കാർ സ്വയമേ ചിന്തിക്കാൻ തുടങ്ങി. തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തു ഇന്ത്യക്കാർക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു? ഇന്ത്യക്കാർ അതിലങ്ങ് നിലകൊള്ളാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് പിന്തുണ എന്ത് ചെയ്തു? പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് പിന്നെ ഇന്ത്യൻ പിന്തുണ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്തു? പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നതിലേക്ക് ഈ ഒരു സംഭവം വഴിതെളിച്ചു എന്ന് ആലോചിക്കുക. പിന്നെ അതാ അന്താരാഷ്ട്ര ശ്രദ്ധ, ഇന്റർനാഷണൽ എന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. ഇന്ത്യൻ പ്രക്ഷോഭം ലോക ശ്രദ്ധ ആകർഷിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ പ്രതിരോധം ചെയ്യേണ്ടി വന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ കോളനികളായിട്ടുണ്ടായിരുന്ന ഇന്ത്യയെ പോലെ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു? അവരും ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെ ചെയ്തില്ല? അങ്ങനെ ഇത് വരുന്ന പ്രസ്ഥാനങ്ങൾക്കും എന്ത് ചെയ്തു? നമ്മുടെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഒരു ഭയങ്കര ഒരു ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കി. അല്ലെങ്കിൽ ലോകത്തിൽ ഇന്റർനാഷണൽ അക്ലെയിംഡ് ഫെയിം ഇൻ ഇന്റർനാഷണൽ ലെവൽ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. ഓക്കെ, പിന്നെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നു. ഓക്കെ, ഇതോടുകൂടി എന്ത് ചെയ്തു? ഫ്രീഡം എന്നുള്ള ഒരു പിന്നെ എന്താണ് കിട്ടാക്കനിയല്ല എന്നുള്ളൊരു ബോധം എന്ത് ചെയ്തു? ജനങ്ങളിലേക്ക് വളർന്നു വന്നു. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയുടെയും 1947 സ്വാതന്ത്ര്യത്തിന്റെയും പിന്നെ വഴി എന്ത് ചെയ്തു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഒഴുക്കി. അതായത് നമ്മുടെ ഡിക്കി ബേർഡ് പദ്ധതി അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പ്ലാൻ ഒക്കെ വരുന്നതിനും ഇത് കാരണമായി. കാരണം എന്താണ്? ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി, അതിനെപ്പറ്റി പ്രവർത്തിച്ചു തുടങ്ങി, അതിനെപ്പറ്റി പ്രതിഷേധിച്ചു തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? അവരും കൊടുക്കാനായിട്ട് നിർബന്ധിതരായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നോക്കിയോ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി കുറച്ച് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആൻസറുകൾ കമന്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെയും ബ്രിട്ടീഷ് പ്രതികരണത്തിന്റെയും കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ശരിയായവയാണ് കണ്ടെത്തേണ്ടത്. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പ്രധാന കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതോടെ പ്രസ്ഥാനം തൽക്ഷണം ദുർബലമായി. ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിയാണോ? നോക്കുക. പൊതുജനങ്ങൾ സ്വതന്ത്രമായി പ്രക്ഷോഭം തുടരുകയും ചില മേഖലകളിൽ സമാന്തര ഭരണങ്ങൾ രൂപവൽക്കരിക്കുകയും ചെയ്തു. ശരിയാണോ? നമ്മൾ നേരത്തെ ജസ്റ്റ് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, ശരിയാണെന്ന് വിശ്വസിക്കുന്നു. നോക്കാം. ഇന്ത്യൻ മിലിറ്ററി സമരത്തെ പിന്തുണച്ചതോടെ പ്രസ്ഥാനത്തിൽ കൂടുതൽ ശക്തി ലഭിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യൻ മിലിറ്ററി ഇതിനെ സപ്പോർട്ട് ചെയ്തോ? ആലോചിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ആൻസേഴ്സ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിരിക്കുക. നിങ്ങൾ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, സിദ്ധാർത്ഥ നോക്കിയോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ശരി. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ പരാജയത്തിനുള്ള കാരണങ്ങളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കാം. മുസ്ലിം ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സജീവ പിന്തുണ പ്രസ്ഥാനത്തിന് ലഭിച്ചില്ല. എന്താണ് സ്റ്റേറ്റ്മെന്റ്? നമ്മൾ ഇപ്പൊ ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ. ഓക്കെ, പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്തതോടെ പ്രക്ഷോഭം തകർന്നു. ആലോചിക്കുക. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സഹകരണം പിന്തുണച്ചു. അവരെ പിന്തുണച്ചു. ശരിയാണോ? ആലോചിച്ച് നോക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കുക. ശരി, അടുത്ത ചോദ്യം നോക്കാം. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെയും പിന്നെ സവിശേഷതകളുടെയും കാര്യത്തിൽ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓക്കെ, നോക്കാം. ഭൂഗർഭ പ്രവർത്തനം ജയപ്രകാശ് നാരായണന്റെയും രാം മനോഹർ ലോഹിയുടെ നേതൃത്വത്തിലാണ് മുന്നോട്ട് പോയത്. ശരിയാണോ? ഉഷാ മേത്തയും ഭൂഗർഭ റേഡിയോ വഴി പ്രക്ഷോഭ വാർത്തകൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചു. ശരിയാണോ? 1943 ബ്രിട്ടീഷ് സർക്കാർ പ്രസ്ഥാനത്തെ അനുമോദിക്കുകയും കോൺഗ്രസിന് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ശരിയാണോ? ആണോ? എന്നാലോചിച്ച് നോക്കിയേ. ശരിയാണോ? അത് അവരനുമോദിച്ചോ പ്രസ്ഥാനത്തിനെ ബ്രിട്ടീഷ് സർക്കാർ? ആലോചിച്ച് നോക്ക്. നമ്മൾ പഠിച്ചല്ലേ ഇത്. ഓക്കെ, നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ ഫലങ്ങളെയും പ്രാധാന്യത്തെയും കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്ഥാനം ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം വർദ്ധിപ്പിച്ചു. ശരിയാണോ? ലോക ശ്രദ്ധ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തോട് ചേർന്ന് ഇന്ത്യക്ക് അനുകൂലമായി തിരിഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ വഴിത്തിരിവായി ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം മാറി. ശരിയാണോ? നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, സെറ്റ് ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇത്ര നേരം എന്നോട് ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭാരംഭം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഓരോ ചുവടുവയ്പ്പുകളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഖരോ യാ മാരോ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഞാൻ പറയില്ല. അപ്പം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. പ്രവർത്തിച്ച് നിങ്ങൾ സെറ്റാവുക. നിങ്ങൾ അടിപൊളിയായിട്ട് മുന്നോട്ട് വരിക. നിങ്ങളുടെ
ബി ദ മാസ്റ്റർ ഓഫ് യുവർ ഓൺ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഞാൻ നിങ്ങളിൽ നിന്ന് താൽക്കാലികമായി വിടവാങ്ങുന്നു. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നേടാൻ സാധിക്കട്ടെ. ഞങ്ങളെയും നിങ്ങൾക്ക് അറിയിക്കാൻ സാധിക്കട്ടെ, സാറേ ഞങ്ങൾക്ക് ആ ബ്രൗൺ കവർ കിട്ടി. ഓക്കെ, അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ 5 മണിക്കൊക്കെ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതാ സംസാരിച്ച് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു. എല്ലാവരും സ്വപ്നങ്ങൾ നേടട്ടെ. നിങ്ങൾക്കൊരു ഒരു ഗുഡ് മോർണിംഗ്, വീണ്ടും ഒരു നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് താൽക്കാലികമായി ഇവിടെ വാങ്ങുന്നു. ഓക്കെ, ബൈ.